അങ്ങനെ 2 വർഷത്തിന് ശേഷം ഞാൻ നാട്ടിൽ പോവാണ് ഗൈസ്. നാട്ടിൽ പോവാണ്. 2023 UK വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല 2 വർഷമൊക്കെ എടുക്കും ഞാൻ നാട്ടിൽ ചെല്ലാൻ. എന്തൊക്കെ പ്ലാനിങ്ങിൽ വന്ന ഞാനായിരുന്നോ. ഇപ്പോൾ 2 വർഷത്തിലെങ്കിലും നാട്ടിൽ പോകാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം. എന്തായാലും ഞാൻ സന്തോഷവും സങ്കടവും ഒക്കെ ഉള്ള ഒരു ദിവസത്തിൽ കൂടെ കടന്നു പോയത്. കാരണം സന്തോഷം എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് എൻ്റെ മോനെ കാണാം, വീട്ടുകാരെ കാണാം. അതൊരു സർപ്രൈസ് എൻട്രി ആയിരുന്നു എൻ്റെ. അതൊരു വലിയ എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യമായിരുന്നു. പക്ഷേ സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല. ആൾ UK തന്നെ നിൽക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം. എന്താണെന്ന് വെച്ചാലും ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം മോനെ കാണണമല്ലോ, അതാണല്ലോ പ്രയോറിറ്റി. അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പോവുകയാണ് ഗൈസ്, പോവുകയാണ്. ഒമാൻ എയറിലാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. നല്ല ഫ്ലൈറ്റായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. ഇങ്ങോട്ട് പോകുന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ UK വന്നപ്പോൾ എത്തിഹാദ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇത്തവണ അങ്ങോട്ട് പോയപ്പോൾ ഒമാൻ എയർ ചൂസ് ചെയ്തു. ഒമാൻ എയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ മസ്കറ്റിൽ ഇറങ്ങിയിട്ടായിരുന്നു അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ ജസ്റ്റ് 1 hour ലേ ഓവർ ഉണ്ടാകുന്നുള്ളൂ എനിക്ക്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അതിൽ കയറി ട്രാവൽ ചെയ്തു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റി ഗൈസ്. ബിസിനസ് ക്ലാസ്, ജാൻമണിയുടെ ബിസിനസ് ക്ലാസ്സിൽ ഞാൻ ട്രാവൽ ചെയ്തു. അങ്ങനെ അതെ അങ്ങനെ ട്രാവൽ ചെയ്ത് ഹാപ്പി ചെയ്ത് നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി ഗൈസ്. ബാക്കി അടുത്ത വീഡിയോ.